നമ്മുടെ രാജ്യത്തിന് ആകെയുള്ളൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് അങ്ങ് അമേരിക്കയിൽ കിടക്കുന്ന ഒരു ഫ്രണ്ടാണെന്നാണ് നമ്മളെല്ലാവരും ഇവിടുത്തെ സംഘികളും പിന്നെ ഫാൻസുകാരും എല്ലാവരും പറയുന്നത്. ആ ഫ്രണ്ടിന് വേണ്ടി നമ്മൾ നേർച്ച നെയ്യത്താക്കിയിട്ടുണ്ട്. നമ്മൾ ഗുജറാത്തിൽ കൊണ്ടുവന്ന് മൗലൂദും റാത്തീബും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഭയങ്കര പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. പുള്ളിയെ കൊണ്ട് നടന്ന് പുള്ളി നമ്മുടെ ഒരു ഒക്കെ ചങ്ങായിയാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് നമ്മുടെ രാജ്യം മൊത്തം ഐ ലവ് യു എന്ന് പുള്ളിയോട് പറയാറുണ്ട്. പുള്ളി അന്നേരം ഐ ലവ് യു എന്ന് തിരിച്ചും പറയാറുണ്ട്. പുള്ളിക്ക് അതൊക്കെ ഇഷ്ടമുള്ള ആളാണ്. പുള്ളി മറ്റേ എപ്സ്റ്റീൻ മുതൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമുക്കാകട്ടെ ആകെപ്പാടുള്ള ഒരു ഫ്രണ്ടുമാണ് ഈ കിടക്കുന്ന ഫ്രണ്ട്. വേറെ അയലത്ത് വീടുകളുമായിട്ടൊന്നും നമുക്ക് ഫ്രണ്ട്ഷിപ്പില്ല. നമ്മൾ ചില നാട്ടിലെയൊക്കെ വലിയ കൂടിയ ചില ആളുകളെ കാണുമല്ലോ, അതിൻ്റെ അയലത്തുള്ള ആളുകളുമായി ഒന്നും ബന്ധമില്ലാത്ത അകലെയുള്ള അതിസമർത്ഥനും സമ്പന്നനും ശക്തിമാനും ലോകത്തിന് കീർത്തിമാനും ഒക്കെ ആയിട്ടുള്ള ആളുമായിട്ടാണ് നമുക്ക് ബന്ധം. നമ്മുടെ അടുത്തുള്ള ശ്രീലങ്കൻ പയ്യനുമായിട്ട് നമുക്ക് ബന്ധമില്ല, നേപ്പാൾ പയ്യനുമായിട്ട് നമുക്ക് ബന്ധമില്ല, പാകിസ്ഥാൻ മാമായുമായിട്ട് ഒരു ബന്ധവുമില്ല. മാമ കടുത്ത ശത്രുവാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പം വേറെ ഏതാ ഉള്ളത്? ഇതിൻ്റെ അടുത്തെങ്ങുമില്ല. ആകെപ്പാടുള്ളത് നമ്മുടെ അഫ്ഗാൻ ഹമുക്കന്മാരുമായിട്ടാണ് ആകെ ഒരു അടുപ്പമുള്ളത്. അല്ലാതെ നമുക്കൊരു ബന്ധുവീടുമില്ല. നമുക്കാകെയുള്ള ബന്ധുവീട് അമേരിക്കയിലെ ബന്ധുവീടാണ്. ഇപ്പോൾ ഇന്ന് അമേരിക്കയിൽ നടന്ന ഒരു സർവേയുടെ ഫലം പുറത്തു വന്നു. അവിടുത്തെ 40% ഇന്ത്യൻ വംശജരായ ആളുകളും അമേരിക്ക വിടണം എന്നാഗ്രഹിക്കുകയാണത്രേ. അത്ര നാണം കെട്ടെന്ന്. ഈ ഫ്രണ്ടിൻ്റെ കാലഘട്ടത്തിൽ ആട്ടും തൂപ്പും കേട്ട് അവർ മടുത്തത്രേ. എങ്ങനെയെങ്കിലും വാരിക്കൊണ്ടിഞ്ഞ് വന്നാൽ മതിയെന്ന്. നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ മേനി പറയുക, ഭയങ്കരമായി മേനി പറഞ്ഞ് ആവേശം കൊണ്ട് കത്തിപ്പടരുക. ഈ ഫ്രണ്ട് കിട്ടാവുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മളെ ചതിക്കും, നമ്മളെ വഞ്ചിക്കും. എന്നാലും ചില ഭാര്യമാർ ഭർത്താക്കന്മാർ എത്ര മോശമാണെങ്കിലും അവരെടുത്തിട്ട് ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്താലും പിന്നെ എൻ്റെ അണ്ണാ എന്നും പറഞ്ഞ് നിൽക്കുന്ന പോലെ നമ്മൾ ട്രംപിനോട് ചേർന്ന് എൻ്റെ അണ്ണാ എന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. അണ്ണൻ്റെ പണി എന്താ? നമ്മുടെ ശത്രുവായ പാകിസ്ഥാൻ മാമായെ എങ്ങനെല്ലാം പൊക്കാവോ അതെല്ലാം പൊക്കുക. പണ്ട് സായിപ്പിൻ്റെ കൂടെ നന്ദി വേണോ പഴം വേണോ എന്ന് ചോദിച്ചപ്പം അത് നന്ദി വേണ്ട പഴം മതി എന്ന് പറഞ്ഞതുപോലെ പഴം മുഴുവൻ മാമായിക്കും, നന്ദിയുടെ മുഴുവൻ നമുക്കുവാ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലയോ, ഇനി ബോംബ് ഇടുന്നതേ ഇല്ലെന്ന് ഇറാനിൽ. ഇനി ബോംബിടാനേ പ്ലാനില്ല. എന്താ കാര്യം? പാകിസ്ഥാൻ അങ്കിൾ പറഞ്ഞത്രേ ഈ പറയുന്ന വെടിനിർത്തൽ തുടർന്നു കൊണ്ടുപോകണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞതുകൊണ്ട് ട്രംപ് മച്ചമ്പി കേട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് ആക്ഷേപിക്കലാണ് പുള്ളിയുടെ പണി. നമ്മുടെ വിമാനം അടിച്ചിട്ടു, നമ്മളെ പാകിസ്ഥാൻ റെഡിയാക്കിയേനെ, നമ്മളെ അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പുള്ളിയില്ലാതൊരു ജീവിതമില്ല, പുള്ളിയില്ലാതൊരു പകലില്ല, പുള്ളിയില്ലാതൊരു രാവില്ല, പുള്ളിയില്ലാതെ കടലില്ല, കല്ലോലമില്ല, തീരമില്ല, തിരമാലയില്ല. സമദാനി പറയുന്ന പോലെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിൽ നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഐ ലവ് യു എന്നും പറഞ്ഞ് നിന്നിട്ട് ദേ വീണ്ടും പുള്ളി പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ചൈന ഇന്ത്യ മുതലുള്ള ഈ നഗരങ്ങളിൽ നിന്ന് ഈ നശിച്ചോമാരെല്ലാം കൂടെ എൻ്റെ രാജ്യത്ത് വന്നങ്ങ് പെറ്റുകൂട്ടി അവിടുത്തെ വംശജന്മാരായി അവിടെ കിടന്നങ്ങ് തേർവാഴ്ച നടത്തി ഞങ്ങളുടെ ജീവിതം കട്ടപ്പുകയാക്കുകയാണെന്ന്. ഏതോ ഒരു വംശീയവാദി എഴുതിയ ലേഖനമാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ സംഘികളെല്ലാം മണിക്കൂർ ഇടവിട്ട് ചീർത്ത വിളിക്കുന്നത് അറേബ്യൻ നാടുകളിലെ ആളുകളെയാണ്. അവന്മാർ തീവ്രവാദികൾ, അവന്മാർ മറ്റേത് മറിച്ചത്. ഇന്നലെ ഒരുത്തനെ ഏതോ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ, എൻ്റെ പേര് മധുസൂദനൻ എന്നങ്ങാണ്ട പേര്, പച്ചത്തെറി എന്ന് പറഞ്ഞാൽ നല്ല എ ക്ലാസ് തെറി. എന്തോ ഒരു പോസ്റ്റ് ഇട്ടതാ. ആ പോസ്റ്റിൻ്റെ അടിയിൽ, എൻ്റെ ഒരു പോസ്റ്റിൻ്റെ അടിയില്ല, അതിൻ്റെ അടിയിൽ നല്ല സുന്ദരമായ തെറി പുള്ളി എഴുതി പറ്റിച്ചേക്കുക. സന്തോഷ് കുമാർ ശ്രീധരൻ ഉണ്ണിത്താൻ. പുള്ളിയുടെ പടം കണ്ടോ? പുള്ളി എഴുതിയേക്കുന്നത് വേറെ ഏതോ പോസ്റ്റില്ല, ഇതുമായിട്ടൊന്നും വലിയ ആവേശങ്ങളുള്ള പോസ്റ്റൊന്നുമല്ല. എടാ ബാക്കി നിങ്ങൾ വായിച്ചോ. അതിനകത്തുണ്ട് ആ വാക്കുകളൊക്കെ അടിയിൽ വരയിട്ടോളൂ. പുള്ളിക്ക് മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ആയി കാണും. അപ്പൂപ്പൻ്റെ മലയാള മനോഹരമായ, ഞാൻ സാധാരണ ഈ ഉണ്ണിത്താന്മാരൊക്കെ എൻ്റെ ബന്ധുക്കളുണ്ട്,
അവർ കുറച്ച് ഭേദമുള്ളവരാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആരെയും പ്രത്യേകമായ ഏതെങ്കിലും ഒരു പദവിയോ ഒരു പേരോ മഹത്തരമാക്കുന്നില്ലെന്ന് തെളിയിച്ചാണ്. രണ്ടാമത്തെ, എടാ മേത്ത, ഇത് നിൻ്റെ രാജ്യമല്ല എന്ന് പറഞ്ഞാണ് പുള്ളി എഴുതിയേക്കുന്നത്. ഉണ്ണിത്താൻ പുള്ളി ഇതാ ജോലി ചെയ്തിരിക്കുന്നത് ഷാർജയിലാണ്. ഷാർജയിലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ പുള്ളിയെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ ഒന്ന് പറഞ്ഞ് പുള്ളിക്ക് മനസ്സിലാക്കി കൊടുക്കണം സന്തോഷത്തോടെ. എന്തായാലും അവിടെ നിന്നാണ് ഇത് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞത് അങ്ങനെ നിൽക്കുകയാണ് ഇവിടുത്തെ ആവേശം. അപ്പോഴാണ് അവരെ ചീത്തയെല്ലാം വിളിച്ച് അവരുടെ സമ്പത്തിൽ ജീവിച്ച് അവരെ ആക്ഷേപിച്ച് എന്നിട്ടോ ഈ കൂടെ താമസിക്കുന്ന നമ്മുടെ രാജ്യത്തുള്ളവനെ ആക്ഷേപിച്ച് റെഡിയായി നിൽക്കുക. അപ്പോഴാണ് ഈ നമ്മുടെ കന്നിൽ കനിയായ, കൽബിൽ കനിയായ, കൽക്കണ്ട കനിയായ, എല്ലാമായ ഒരുത്തൻ നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നമ്മൾ പറയുക, ഐ ലവ് യു, 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 ഐ ലവ് യു. നമോ ഭാഗമേ നമസ്തേ.